ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഊദാശകൾ എപ്പിസോഡ് നമ്പർ 4. ഇനി രോഗീലേപനം. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അവിടുന്ന് അനേകം രോഗികളെ സുഖപ്പെടുത്തിയതായി നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. സ്പർശനം കൊണ്ട് യേശു രോഗികളെ സുഖപ്പെടുത്തിയതായി മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നാം കാണുന്നു. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഇനി തുപ്പൽ കൊണ്ട് യേശു രോഗികളെ സുഖപ്പെടുത്തിയതായി യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഇതു പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവനെന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ഇനി യേശു തൻ്റെ വാക്കുകൾ കൊണ്ട് രോഗികളെ സുഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനം. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. യേശു ശിഷ്യന്മാരെ ഏൽപ്പിച്ച പ്രേക്ഷിത ദൗത്യത്തിൽ രോഗികളെ സുഖപ്പെടുത്തണമെന്ന വ്യക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം തിരുവചനം. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാം തിരുവചനം. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. സ്ലീഹന്മാർ തൈലം പൂശി സുഖപ്പെടുത്തിയതായി മാർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാം തിരുവചനം. അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. മാത്രമല്ല, രോഗിലേപനം സഭയിലെ ഒരു ശുശ്രൂഷയായി വളർന്നു വന്നതായി വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യാക്കോബ് 5:15. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗികളെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. ഇനി തിരുപ്പട്ടം അഥവാ പൗരോഹിത്യം. യേശുവിൻ്റെ ശിഷ്യരാകാനുള്ള വിളി എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. കാരണം യേശു എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനം. എങ്കിലും ആദ്യം 12 ശിഷ്യന്മാരെയും, അതായത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ, പിന്നീട് 72 പേരെയും, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് അയക്കുന്നതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, സെഹിയോൻ ഊട്ടുശാലയിൽ വെച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ലീഹന്മാരുടെ മധ്യത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ പാപമോചന അധികാരം കൽപ്പിച്ച് നൽകിയതും സ്ലീഹന്മാർക്ക് തന്നെ. ഇതിൽ നിന്ന് സഭ ഗ്രഹിച്ച സത്യം ഇതാണ്: യേശുവിൻ്റെ ശിഷ്യരാകാനുള്ള വിളി എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിലും ശിഷ്യഗണത്തെ പഠിപ്പിക്കുന്നതിനും
വിശുദ്ധീകരിക്കുന്നതിനും നയിക്കുന്നതിനും നേതാക്കന്മാരുടെ, അതായത് അപ്പസ്തോലന്മാരുടെ ഒരു സമൂഹത്തെ യേശു നിയോഗിച്ചു. ലൂക്ക 22:19 പറയുന്നു, പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. 1 തിമോത്തി 4:14 പറയുന്നു, പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. അടുത്തത് വിവാഹം. യേശുവിന് മുമ്പും യേശുവിൻ്റെ കാലത്തും വിവാഹമുണ്ടായിരുന്നു. പക്ഷേ വിവാഹത്തെ സംബന്ധിച്ച യഹൂദ സങ്കല്പങ്ങൾ തിരുത്തി കുറിക്കുന്നതായിരുന്നു യേശുവിൻ്റെ സമീപനം. യേശുവിനെ പരീക്ഷിക്കുവാനായി ഫരിസേയർ ഉന്നയിച്ച ഒരു സംശയത്തിൻ്റെ ചുവട് പിടിച്ചാണ് വിവാഹത്തിൻ്റെ ക്രിസ്തീയ വ്യതിരക്തത യേശു വ്യക്തമാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിക്കാമോ എന്നതായിരുന്നു ആ ചോദ്യം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3-ാം തിരുവചനം. വിവാഹത്തെ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന ധാരണകൾ യേശു ആവർത്തിച്ചു. ആദിയിൽ ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു. പുരുഷൻ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഏക ശരീരമായി തീരും. മത്തായിയുടെ സുവിശേഷം 19:5. മത്തായി 19:6 പറയുന്നു, തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇതാണ് വിവാഹത്തിൻ്റെ ക്രൈസ്തവ അനന്യത അഥവാ അതുല്യത. എഫെസൂസുകാർക്കുള്ള ലേഖനം 5:32 പറയുന്നു, ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യങ്ങളാണ് കൂദാശകളിലൂടെ വെളിവാക്കപ്പെടുന്നത്. കൂദാശികളെ വിവക്ഷിക്കാൻ ഉപയോഗിച്ചു വരുന്ന പദം രഹസ്യം അഥവാ മിസ്റ്ററി എന്നാണ്. ഏകദൈവം എന്ന ക്രൈസ്തവ വിശ്വാസവും അതുപോലെ ഏക ഭർത്താവും ഏക ഭാര്യയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള അലംഘ്യമായ ഉടമ്പടിയുടെ പശ്ചാത്തലവും അതാണ് വിവാഹം എന്ന ഉടമ്പടി. ക്രൈസ്തവ വിവാഹത്തിൻ്റെ ആണിക്കല്ലുകളാണ്. അതുകൊണ്ടാണ് വിവാഹമോചനം അതായത് ഡിവോഴ്സ് വിവാഹത്തെ സംബന്ധിച്ച ക്രിസ്തീയ ധാരണയ്ക്ക് അന്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കൂദാശകൾ യേശു സ്ഥാപിച്ചതാണെന്ന് പ്രസ്താവന സാധൂകരിക്കുന്ന വസ്തുതകളാണ് നാം ഇതുവരെയും കേട്ടത്. വിവാഹ സമയത്ത് സ്ത്രീയും പുരുഷനും ബൈബിളിൻ്റെ സുവിശേഷ ഭാഗങ്ങളിലാണ് കരങ്ങൾ വയ്ക്കുന്നത് പ്രതിജ്ഞ എടുക്കാൻ. കാരണം അവിടെ പുരുഷനും സ്ത്രീയും പരസ്പരമല്ല ഉടമ്പടി വയ്ക്കുന്നത്, മറിച്ച് യേശു ക്രിസ്തുവിനോടാണ്. പ്രൈസ് ദി ലോർഡ്. സഭാപ്രാസംഗികൻ 4-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും, മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. പുരുഷനും സ്ത്രീയും അവരെ കൂട്ടിയോജിപ്പിക്കുന്ന 3-ാമത്തെ ചരട് അതാണ് മുപ്പിരിച്ചരട്. ആ 3-ാമത്തെ ചരട് യേശുവാണ്. യേശുവാണ് പുരുഷനെയും സ്ത്രീയെയും കൂട്ടിയോജിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.